സോയാബീൻ ഫ്രൈ ഒരു അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സോയാബീൻ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക, ലേശം ഉപ്പും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ച് വെക്കുക. ഒന്ന് കുതിർന്ന് പൊങ്ങി വരുന്ന സമയത്ത് ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കുക. പിന്നെ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്ന സമയത്ത് ഇന്നത്തെ സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് ലേശം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ, ഒരു ബ്രൗണിഷ് കളർ ആവുന്ന രീതിയിൽ. അതിനുശേഷം പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് ശേഷം ഇതൊന്നിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്ത് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം ചേർക്കുന്നെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് അതും തിള വരുന്ന സമയത്ത് ഇതിനകത്ത് പച്ചമുളക് അരിഞ്ഞതും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സോയാബീനും കൂടെ തട്ടി ആ മസാലയൊക്കെ സോയാബീൻ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം വറ്റി ഇതായി ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ സോയാബീൻ ഫ്രൈ റെഡി ആയിട്ട്